Hallelujah, 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 hallelujah. Oh, glory, 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 glory. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപ ഒരു ഹൃദയ നാമത്തിൽ കൂടെ തിരുവചനവുമായി കടന്നു വരുവാൻ വലിയവനാകുന്ന കർത്താവ് കൃപ ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഹൃദയ നാമത്തിൽ ഏഴ് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളെയും ക്രിസ്തുയേശുവിൽ ആമേൻ അവർക്ക് സ്വാഗതം പറയുന്നു. സമാധാനമറ്റ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് തന്റെ ഭക്തരെ അംഗീയായി കാത്തു പരിപാലിക്കുന്നല്ലോ. ആയുസ് ആരോഗ്യം കൊടുത്തവൻ ക്ഷേമത്തോടെ പരിപാലിച്ച് വഴി നടത്തുവാൻ അവന്റെ ബലത്തിന്റെ കാര്യത്തിൽ നിന്ന് പകർക്കാത്രക്കാരൻ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കാം. മഹനായ വേർഷൻ സെന്ററിന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെറു സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവിന്റെ വലിയ കൃപ അവിടുത്തെ എല്ലാവരുടെ പേര് പകരപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനം ഘോഷിക്കുവാനുള്ളവരെയും കേൾവിക്കാരെയും ഇതുപോലെ അതിന് ശക്തരാക്കി തീർക്കേണ്ടതുമായി പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രികാലം ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ വചനം 56-ാം സങ്കീർത്തനത്തിൽ നിന്ന് അതിന്റെ 8-ാമത്തെ വാക്യമാണ്. അവിടെ നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിക്കുന്നു. നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ രാത്രികാലം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തിരുവചനം ശ്രമിക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ ക്ലേശങ്ങളോ ഞെരുക്കമോ അങ്ങനെയുള്ളതിന്റെ നടുവിൽ അവരെ കാത്തു പരിപാലിക്കുന്ന വലിയവനാകും ദൈവം അല്പസമയ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ സകല വേദനകളെ മാറ്റി ഭാരവും അകറ്റി തങ്ങൾക്ക് വേണ്ടതായ മറുപടി നൽകി മാനിക്കുവാൻ യഹോവയ്ക്ക് തിരുവിഷ്ണു തോന്നണമേ. പരിശുദ്ധാത്മാവേ, ദൈവവചനം ഘോഷിക്കുവാൻ ഇടയവനെയും നീ അവിടുന്ന് ബലപ്പെടുത്തി നെറ്റ് സംവിധാനത്തിനോ കരണ്ടിനോ ദോഷമൊന്നും വരാതെ അത് കാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കൊണ്ട് മറയ്ക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവാതിരുനാമത്തിന് നന്ദി കരയറ്റുന്നു. ഇങ്ങനൊരു സാവകാശം കർത്താവ് തന്നതോർത്ത് കർത്താവിന്റെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ അടുത്തു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇവിടെ പാടുന്നത് ഇങ്ങനെയാണ്: നീ എന്റെ ഉഴൽച്ചുകളെ എണ്ണുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഏതൊരു സാഹചര്യത്തിനും ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തിന്റെ ഭക്തന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നിനും സാധ്യമല്ല. അത് ഏതെല്ലാം നിലകളിലുള്ള വിഷയമോ ഭാരപ്പെടുന്ന അനുഭവമോ ആയിരുന്നാലും അവർക്കത് പങ്കുവയ്ക്കുവാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല. ഒരുപക്ഷെ സ്നേഹിതരുടെയോ സഹപ്രവർത്തകരുടെയൊക്കെ അടുത്തത് അത് പ്രസ്താവിക്കുമ്പോൾ അവർ പരിഹസിച്ചെന്ന് വരാം. അല്ലെങ്കിൽ അവര് തങ്ങളെ കുറിച്ച് പലതും ചിന്തിച്ചെന്ന് വരാം. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ പങ്കുവെച്ചാൽ അതിന് തക്കതായ മറുപടി തരികയും അതേപോലെ തന്നെ ഹല്ലേലൂയ നമ്മുടെ ആ വേദനകള് ഭാരങ്ങളെല്ലാം ആ സമയം തന്നെ മാറിപ്പോകാനിടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യന്റെ ചിന്തകളും വിചാരങ്ങളും അവരെല്ലാം എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ ഇല്ലാതാക്കി കളയണമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ പരിപാലിക്കുവാൻ, കാക്കുവാൻ, കരുതുവാൻ ശക്തനായ ഒരു ദൈവം ഉണ്ടെന്നുള്ള വസ്തുത നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും
അനുഭവിച്ചറിയുവാൻ ഇടവന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചെയ്തതാണ് കഷ്ടത്തിന് നടുവിൽ, ഞെരുക്കത്തിന് നടുവിൽ എങ്ങനെ പോകും, എങ്ങനെ ജീവിക്കും, എങ്ങനെ നിലനിൽക്കുമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അവിടെ അറിയപ്പെടാത്ത അനുഗ്രഹങ്ങളും വഴികളും തുറക്കുന്ന ദൈവം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഭക്തനെ കുറിച്ച് ദൈവത്തിന്റെ കരുതല്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശത്രുവായവർ ചെയ്യുന്ന ഇടപെടാതെ അവന്റെ ഭക്തനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി കളയാനൊക്കെ അവർ ഓർക്കുന്നത്. എന്നാൽ ദൈവം അവനെ അനുവദിച്ചു കൊടുക്കത്തില്ല. അവന്റെ ഭക്തനെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ കാണാം. ആമേൻ, ഹല്ലേലൂയ. അതിന് കാരണമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം ധ്യാനിക്കുകയും വചനം ചിന്തിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തി ജീവിതത്തിനും ഒരു കാരണവശാലും ക്ഷീണിക്കുവാൻ സംഗതി വരാതെ അതിൽ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. എന്റെ ഒരു സ്നേഹിതരിക്കുന്ന നിരാശയുടെ വാക്കുകളൊക്കെ താനിങ്ങനെ പറഞ്ഞു. ശക്തനായ ഒരു ദൈവദാസനാണ്, നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ പോലും തന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ നിരാശ. ഞാൻ പറഞ്ഞു, ദൈവഭക്തരാകും നമുക്ക് ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു പോകരുത് നിരാശ എന്നുള്ള വാക്ക്. കാരണം ലോകത്തിലൂടെ ഓടിയിട്ട് നേടാൻ കഴിയാത്ത പലതും ദൈവത്തിലേക്ക് അടുത്ത് വന്നിട്ട് പ്രാപിച്ചെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ അത് ദൈവം കാണിച്ച ഏറ്റവും മഹൽ കരുണയാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ലോകത്തിൽ നിന്ന് കിട്ടുന്ന നന്മകളോ ആ അനുഭവങ്ങളോ കൊണ്ട് ഒരു പരിധി വരെ സന്തോഷിക്കാനിടയായി തീരും. ഇത് അങ്ങനല്ല. ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് മറ്റുള്ളവരുടെ ആശ്വാസത്തെ അവൻ കാണുവാനും ആശ്വസിപ്പിക്കുവാനും അതിനോട് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനും മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ട് അതിൽ നമുക്ക് സന്തോഷിപ്പാനൊക്കെ കർത്താവ് കൃപ ചെയ്യുമ്പോൾ അവൻ അതിനപ്പുറമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ നിന്നും നേടുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ചിലരെയൊക്കെ ദൈവത്തിലേക്ക് ആകർഷിച്ച് ദൈവത്തിലേക്ക് വഴി നടത്തുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പലർക്കും സാധിക്കാത്ത കാര്യമാണ് നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കുന്നത്. ഒരു ജീവിതത്തെ ഭൂലോകത്തെക്കാൾ വിലയേറിയ ഒരു ജീവനെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ നേടുവാൻ നമുക്ക് സാധിക്കുന്നത് അതിനോളം വില എന്തുണ്ടെന്നൊക്കെ ഞങ്ങളിങ്ങനെ തമ്മിലുള്ള സംസാരത്തിനിടയിൽ അങ്ങനെ വന്നു. ദൈവത്തിന് സ്തോത്രം. ആ നിരാശ വാക്കുകൾ പറഞ്ഞ ആ ദൈവഭൃത്യന്റെ നാവിൽ നിന്ന് പ്രത്യാശയുടെ വാക്കുകൾ അവസാനം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ആമേൻ ദൈവ വചനം നിമിത്തമാണെന്നവർ. വചനം ജീവിപ്പിക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഈ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിന്റെ അവന്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജനത്തിൽ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, അത് നിലനിൽക്കുന്നത് കൊണ്ട് ഭയപ്പെടുന്നില്ല. അതാണ് പ്രത്യേകത. ഭയപ്പെടാൻ നമ്മെ ഇടവരുത്തത്തില്ലെന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്തതോ. അത് ദൈവം നമ്മോട് കാണിക്കുന്ന മഹൽ കരുണയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എന്റെ ഉദർച്ചകളെ എണ്ണുന്നു. നീ എന്റെ ദൈവത്തിന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഏതൊരു ദൈവത്തിന്റെ ഭക്തനും അവൻ്റെതായ ഏതെല്ലാം അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിലും ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അതെല്ലാം അറിയുന്നവരാണെന്ന് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്തതാണ്. ഇവിടെ നമുക്കൊരു പക്ഷേ കഷ്ടങ്ങളുടെ നടുവിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്, വേദനയുടെ നടുവിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, ഞാൻ ഓർപ്പിച്ചതുപോലെ. എന്നാൽ ഇത് ദൈവം അറിയാതെയല്ല കഴിയുന്നത്. നാം അനുഭവിക്കുന്ന വേദനയോ കഷ്ടതയോ അനുഭവങ്ങളൊക്കെ മറ്റൊരുവൻ അനുഭവിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തകർന്നു പോകുന്നു. അവൻ കൂടെ തകരാതിരിക്കുന്നത് ആമേൻ നമുക്കൊരു വലിയ പ്രത്യാശ മുൻപിലുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ. ആമേൻ. വേദനകൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണുനീര് ഉണ്ടാകുന്ന ഒരനുഭവം. ഞാനിങ്ങനെ എന്റെ പ്രിയമുള്ളവരോട് മരിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം കരച്ചിലൊന്നും വന്നില്ല. കരയാൻ ഇല്ലാഞ്ഞിട്ടല്ല, ഒത്തിരി പറഞ്ഞ് കരയാറുണ്ട്. ആമേൻ. നീണ്ട ഒരു വലിയ സംവത്സരം ഞങ്ങൾ ഒന്നിച്ച് പാർത്തിട്ട്
ദൈവത്തിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തിട്ട് ഒറ്റയ്ക്ക് എന്നെ ആക്കിയിട്ട് കടന്നു പോകുമ്പോൾ കരയാതിരിക്കാൻ കൊയിലില്ല. രാത്രിയുടെ യാമത്തിൽ ആശുപത്രിയുടെ ആ വരാതെ വെച്ച് ചേർന്ന് പൊട്ടിക്കരച്ച് പെട്ടെന്ന് എന്റെ മനസ്സ് ആരോ പറയുന്നത് ഇല്ല, ധൈര്യപ്പെടാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ധൈര്യപ്പെട്ടു. എന്നാൽ ചില അവസരങ്ങളിലൊക്കെ അറിയാതെ പൊട്ടിക്കരയുന്നുണ്ട്. അത് വേദന വരുമ്പോഴാണ്. എങ്കിലും ഇതൊക്കെ കർത്താവ് അറിയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആ കണ്ണുനീരൊന്നും നഷ്ടമാകുന്നില്ല. അത് അതിനെ തുരുത്തിയിലാക്കി വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. പ്രിയമുള്ളവരെ, നാം ഒരുപക്ഷെ കരഞ്ഞിട്ട് അത് പറ്റിപ്പോയെന്നോ അല്ലെങ്കിൽ താഴെ വീണെന്നൊക്കെ വിചാരിച്ച് നാം ആരും കണ്ടില്ല. ഇല്ല, ദൈവം കണ്ടു. ആരും അറിഞ്ഞില്ല. അല്ലല്ല, ദൈവം അറിഞ്ഞു. നിന്റെ കണ്ണുനീരിന്റെ ഒരംശം പോലും നഷ്ടമാകാതെ അത് ഒപ്പിയെടുത്ത് തുരുത്തിയിൽ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു വലിയവനാകുന്ന കർത്താവ് നമുക്കുണ്ട്. അതുമാത്രമല്ല, എത്ര കരഞ്ഞു, എത്രമാത്രം നീ ഭാരപ്പെട്ടു, എത്രമാത്രം നീ വേദന അനുഭവിച്ചു, ഏതെല്ലാം നിലകളിൽ നീ കഷ്ടങ്ങളിലായി, അതെല്ലാം തന്റെ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്തിനു വേണ്ടി അറിയാമോ? ഇതിനെല്ലാം മറുപടിയുണ്ട്, പ്രതിഫലമുണ്ട്. അത് തരാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് കരഞ്ഞത് കൊണ്ട് നാം ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. ആമേൻ. ഒരു പരിഹാസ്യത നമുക്ക് നേരെ വന്നത് കൊണ്ട് നാം ഒരിക്കലും തളർന്നു പോകത്തില്ല. അതിന്റെ കാരണം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആമേൻ. അവന്റെ വിശ്വസ്തതയാ നമ്മെ ഇത്രത്തോളം നടത്തിയത്. അതുകൊണ്ട് നാം ഒരിക്കലും തകർന്നു പോകാതെ അവന്റെ സന്നിധിയിലേക്ക് വരണിയായി. മലാഖി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഈ പ്രകാരം കാണുവാനിടയായി. അതെ, ആ 16-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. പ്രിയമുള്ളവരെ, യഹോവയുടെ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചാൽ യഹോവയുടെ ഭക്തന്മാരുടെ ആ സംഭാഷണങ്ങൾ, അവരുടെ സംസാരത്തിൽ ഏതെല്ലാം വാക്കുകളുണ്ടോ, ഏതെല്ലാം അനുഭവങ്ങളുണ്ടോ, ഇതെല്ലാം യഹോവ ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരിക്കുക. തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അവന്റെ ഭക്തന്മാർക്ക്, അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണാ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, ഭാരമുണ്ടാകാം. ഇതൊക്കെയായിരിക്കും നമ്മുടെ സംഭാഷണം. അല്ല, എന്നാൽ അതിലുപരിയായി ആ ദൈവം നമ്മെ ജയോത്സവമായി നടത്തുന്ന ആ നടത്തിപ്പിനെ കുറിച്ച് അനേകരോട് പറയുമ്പോൾ പലർക്കും കഷ്ടങ്ങളെ കുറിച്ച് പറയാനേ വാക്കുള്ള. അത് മാറ്റി വെക്കണം. പ്രിയമുള്ളവരെ, നാം അനേകരെ സമാധാനിപ്പിക്കുന്നവർ, ആശ്വസിപ്പിക്കുന്നവരല്ലേ? അതിന്റെ വചനമല്ലേ നമ്മുടെ മക്കളുള്ളത്? നാം അതും വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ വേദനകൾ പറയാനല്ല, നമ്മെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നത് നമ്മിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത് വെളിപ്പെടുത്താനാണ്. അപ്പോഴും അവർ ആശ്ചര്യത്തോടെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാനിടയായി തീരും. ആമേ. കഷ്ടമോ ഭാരമോ ക്ലേശമോ കണ്ണുനീരൊക്കെ വരട്ടെ, എന്നാൽ അവിടെ അല്ല, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിന്റെ എല്ലാം നടുവിൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ദൈവഭക്തന്മാരെ കാത്തു പരിപാലിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ സംസാരിച്ചത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ഭക്തന്മാരുടെ സംഭാഷണങ്ങളെ, നിലവിളികളെ, അവരുടെ യാതനകളെ, അവരുടെ വാക്കുകൾ ഓരോന്നും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയെന്നറിയാമോ? മറുപടി തരാൻ. എന്നിട്ട് പറഞ്ഞത്, അവന്റെ സ്മരണാ പുസ്തകത്തിൽ അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണാ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അവന്റെ നാമത്തെ ഓർക്കുന്നവർക്ക്, അവന്റെ നാമത്തെ കീർത്തിക്കുന്നവർക്ക്, അവന്റെ നാമത്തെ ഉയർത്തുന്നവർക്ക്, അവന്റെ നാമത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മനസ്സോടെ കടന്നു വരുന്നവർക്ക് അവരുടെ പ്രവൃത്തികളെ കുറിച്ച് രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു സ്മരണാ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും
ഉള്ള വസ്തുതകളെ വെച്ചിരിക്കുക. അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതവിടെ വെച്ചിരിക്കുന്നു. കാരണം ഞാൻ ഉണ്ടാക്കാനിരിക്കുന്ന ദിവസത്തിൽ അവനെനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ദൈവത്തിന്റെ ആ മഹൽ ദിനത്തിൽ പ്രതിഫലം വായിക്കുന്ന ദിവസമേ ഒരു വലിയ നിക്ഷേപം ആയി നമുക്ക് അത് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഇടയായി തീരുന്നത് സാധിക്കുന്നത് ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏതൊരു വ്യക്തിയും ഒരുങ്ങുന്നെങ്കിൽ ആമേൻ. പലരും ചോദിച്ചേക്കാം, നീ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എന്ത് കിട്ടി? അയ്യോ ഹല്ലേലൂയ, ദൈവത്തെ ഉയർത്തിയിട്ട് എന്ത് കിട്ടി? യഹൂദന്മാരുടെ ചിന്ത എങ്ങനെയായിരുന്നു? ദൈവത്തെ ഉയർത്തിയിട്ട് ദൈവത്തിന് വേണ്ടി നിന്നിട്ട് അവന് ഹല്ലേലൂയ പുകഴ്ത്തിയിട്ട് എന്താ കിട്ടിയെന്ന് നോക്കി അവര് ചോദിക്കും. പക്ഷേ ആമേൻ, ദൈവത്തിന് സ്തോത്രം. അവർക്ക് ലഭിക്കാത്ത പലതും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ദൈവത്തെ അറിഞ്ഞും അവരെ ഉയർത്തിയും കൊണ്ട് നടത്തുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ ഉയർത്തിയും കൊണ്ട് ജീവിപ്പാൻ നാം ഒരുങ്ങുന്നെങ്കിൽ അവൻ നമ്മെ ശക്തിയോടെ ബലപ്പെടുത്തി ജയത്തോടെ നടത്തുക തന്നെ ചെയ്യും. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അവ ശക്തമായി അത് കാണുവാനും അത് അറിയുവാനും എല്ലാം ഇടയായിത്തീരും. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് നീ ഹല്ലേലൂയ തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എന്ന് എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായിരുന്നത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവരും തന്നെ രക്ഷ പ്രാപിക്കും. ആമേൻ. ദൈവത്തിന്റെ സ്മരണാ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിക്കുമ്പോൾ നിന്റെ ജനം, ദൈവത്തിന്റെ ജനം ആമേൻ, ആ ഒരു വലിയ ജാതി അല്ലാതെ മറ്റൊരുത്തരും രക്ഷ പ്രാപിക്കാൻ ഇടയായിത്തീരില്ല. അതിന് കാരണം എന്നത് ആ കാലത്ത് ആമേൻ കർത്താവ് ലോകത്തിലേക്ക് കഷ്ടം വരുത്തുവാൻ കടന്നു പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് കാണുന്ന സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ അന്തരീക്ഷമൊക്കെ നമുക്കറിയാം. ഇന്ന് ദൈവത്തിന്റെ ഭക്തന്മാർക്ക് അങ്ങിങ്ങായി പീഡകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് സമാധാനത്തോടെ വസിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ആമേൻ ദൈവത്തിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അത് പെന്തക്കോസ്ത് വിശ്വാസികളായിരുന്നാലും ആമേൻ മറ്റ് സമുദായത്തിൽപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളായിരുന്നാലും അവരൊക്കെ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിച്ച് നിലനിൽക്കുവാനിടയായിത്തീരുന്നു. ബാക്കി എല്ലാവരും ആമേൻ ചിരിച്ചു കാണിക്കുന്നെങ്കിലും പുകയുന്ന മനസ്സുമായിട്ട് നടക്കുന്നവര് തങ്ങളുടെ ജീവിതത്തിൽ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സമാധാനം നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നത് സമാധാനത്തിന് പ്രഭുവായ കർത്താവ്. ആ കാലത്ത് ഇതിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കുമെന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ത്യനാളിലേക്ക് വരിക. ആമേൻ. ഇന്നത്തെ നമുക്കറിയാം, ഇന്ന കാലഘട്ടം എവിടേക്ക് തിരിഞ്ഞാലും മിന്നൽ പ്രളയം, പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭം, ശക്തമായ ഭൂകമ്പം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം ലോകത്തിൽ ഏതെല്ലാം രാജ്യങ്ങളാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളിൽ ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അനേകരെ കാണാതായി മണ്ണിനടിയിൽ പോയി ബഹുനിര കെട്ടിടങ്ങൾ മറിഞ്ഞു പോകുന്നതും മറ്റും നമുക്ക് കണ്ടുകൊണ്ട് ഇതെന്താണ് നാം തന്നെ അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതില്ലേ? എന്താ കാരണം? ഇത് അന്ത്യകാല സംഭവങ്ങൾ, അതിന്റെ ലക്ഷണങ്ങളാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും അവിടെവിടായി. അപ്പൊ ഇതെല്ലാം ഈറ്റുതോമിറ്റായാലും കർത്താവിന്റെ വരവിനെ കുറിക്കുന്ന ആമേൻ ഹല്ലേലൂയ അതിൻ്റെതായ അടയാളങ്ങളുടെ മുൻകൃതിയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തന്റെ ഭക്തന്മാർക്ക് തുണ നിൽക്കുന്ന, സ്വജാതിക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ, ആരായി ജാതി? ഇസ്രായേൽ. ദൈവത്തിന് സ്തോത്രം. അവന്റെ ജനമായ ഇസ്രായേൽ ഉണ്ടായ നാൾ മുതൽ ദൈവത്തിന് സ്തോത്രം. അവൻ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകുമെന്നാ പറഞ്ഞത്. ഇന്നലെ വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏവരും. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പേരും
നമ്മളൊക്കെ ചെയ്യുന്ന നന്മയുടെ പ്രവൃത്തികളും എല്ലാം അവന്റെ പുസ്തകത്തിലുണ്ട്. തിന്മ ചെയ്താൽ അതും കാണും കേട്ടോ. അപ്പോഴങ്ങനെ വന്നാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ അളവ് കുറയും. അപ്പം കഴിയുന്നത് നന്മ ചെയ്യുക. തിന്മ നമ്മുടെ ആ ഉള്ളത്തിൽ നിരൂപിക്കാൻ പോലും വരുന്നെത്താ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിന്റെ ജനം നിന്റെ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആ രക്ഷയ്ക്ക് അവകാശികളായി നിൽക്കുവാൻ നമുക്കും ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ തുടർന്ന് വായിച്ച് നമുക്ക് കാണാം, ആ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലരും പലരും, ചിലർ നിത്യ ജീവനായി, ചിലർ നിത്യരക്ഷയ്ക്കായും, ചിലർ നിത്യനിന്ദയ്ക്കായും എഴുന്നേൽക്കുന്ന. ഉണരും. അപ്പൊ നിന്ദയ്ക്കായിട്ടോ നിത്യരക്ഷയ്ക്കായിട്ടോ ഉണരാനല്ല, നിത്യജീവന്റെ അവകാശിയായി തീരുന്ന ഹല്ലേലൂയ സ്തോത്രം. ഒരു നല്ല അനുഭവം നമ്മിലുണ്ടാകണം. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരണമെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ അതേപോലെ വിശ്വസ്തയോടെ നിന്നെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ 32-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാനിടയായിത്തീരുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്. 32-ാം അധ്യായത്തിന് 32-ാമത് വാക്യം. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയിരിക്കുന്നത് നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണം. ഇത് മോശ യഹോവയാൻ ദൈവത്തോട് ബാധിക്കുക. ദൈവത്തെ മറന്നൊരു വലിയ കൂട്ടം ജനം. മോശ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ജനം നടക്കേണ്ടുന്ന വഴികള്, അവർ പ്രവർത്തിക്കേണ്ട പ്രവൃത്തി, അവർ പ്രമാണിക്കേണ്ട വസ്തുതകളെ എല്ലാം കർത്താവിന്റെ പക്കൽ നിന്ന് എഴുതി വാങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നൊരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്തോത്രം, പാളയത്തിന്റെ ഒരു വലിയ ആർപ്പിന്റെ ശബ്ദം കേൾക്കുക. ഇതെന്താണ്? യുദ്ധം നടക്കുന്നതാണോ? യുദ്ധത്തിൽ പരാജയപ്പെട്ടവരുടെ അയ്യമ്പടിയാണോ? അല്ലല്ല, ജയിച്ചവരുടേതായ ഹല്ലേലൂയ ഒരു സന്തോഷ ധ്വനിയാണോ? അതുമല്ല. പിന്നെന്താണ്? യോശുവയും മോശയും വലിയ പ്രത്യാശയുടെ വലിയ താല്പര്യത്തോടെ ശ്രദ്ധിച്ചപ്പോൾ അല്ലല്ലേ, ഒരു ഗാനപ്രതികാരമാ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജനം വഴിതെറ്റിപ്പോയെന്ന് അവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അവർ വേദനയോടെ കടന്നു വന്നു. യഹോവയാ ദൈവത്തിന്റെ പക്കൽ നിന്ന് ലഭിച്ച കൽപ്പലകകൾ മോശ എറിഞ്ഞൊടിച്ചു. ആ പർവ്വതത്തിന്റെ അടിവാരത്തിൽ തന്നെ കടന്നു വന്നു. അവിടെ വരുമ്പോ ഒരു കാളക്കുട്ടിയെ പൊന്നുകൊണ്ടുണ്ടാക്കി അതിനെ വാർത്തുണ്ടാക്കിയ കുട്ടിയെ ആരാധിക്കുന്ന ആരാധനയുടെ പ്രതികാര ശബ്ദമാ അവര് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമായി എഴുന്നേറ്റവരെ എല്ലാം യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യോശുവ ആ വാതിലിലേക്ക് ചെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ യഹോവയുടെ പക്ഷത്തുണ്ടായിരുന്ന ലേവ്യരെല്ലാം കൂടെ വന്നു ചേർന്നു. അവരോട് പറഞ്ഞു, ഓരോരുത്തരും താൻ വാളരക്കി കെട്ടട്ടെ എന്ന് പറഞ്ഞതുപോലെ അവർ വാളരക്കി കെട്ടിക്കൊണ്ട് ഓരോ വീടിന്റെ കൂടാരത്തിന്റെ വാതിലിലൂടെ കടന്നുപോയി. അന്ന് ഒരു വലിയ സംഹാരം നടക്കുവാനിടയായിത്തീർന്നു. തുടർന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ജനത്തിന് ഭാരമായി വരുമ്പോൾ യഹോവയാകുന്ന ദൈവത്തോട് പറയാ, ഇല്ല യഹോവേ, നീ അവര് സംഹരിച്ച് കളയരുത്. അതിനായിട്ടല്ലല്ലോ നീ വിളിച്ചത്. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതായ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് ചെല്ലും. പിതാക്കന്മാരോട് പറഞ്ഞ വാക്കുകൾ അതേപോലെ പാലിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് നീ ഇങ്ങനെ ചെയ്താൽ ഖാലേരിയ ഫറവോനും കൂട്ടരും എന്ന് പറയും, മിസ്രൈമ്യർ എന്ന് പറയും. അതുകൊണ്ട് നീ അത് ചെയ്യരുത്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, ഹാലേരിയ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് നീ എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമെന്ന് മോശ ദൈവത്തോട് അപേക്ഷിക്കുക. ഒന്നുകിൽ ജനത്തെ വിടുവിക്കണം, അതല്ല എങ്കിൽ എന്റെ പേര് നീ മായ്ച്ചു കളയണം. മോശയുടെ യാചന, അപേക്ഷ ജനത്തിന് വേണ്ടി ആമേനുള്ളതായ ആ നിലവിളി ദൈവം കേൾക്കാതിരുന്നില്ല. ദൈവത്തിന് ഇഷ്ടം. ദൈവം കേട്ടു. മോശയുടെ അപേക്ഷയ്ക്ക് മറുപടി കൊടുത്തു. ജനത്തെ അവിടുന്ന് വിടുവിച്ചു. ആമേൻ. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞത്,
മോശെ എന്നോട് പാപം ചെയ്ത അവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. ദേശത്തിൽ ദൈവത്തിന്റെ എതിരായിട്ട് ദൈവത്തോട് പാപം ചെയ്ത ഏതവന്റെ ഈ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പേരൊക്കെ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആമേൻ ഹാലേലൂയ. അത് മായ്ച്ചു കളയാനല്ല, വേർ വിളിക്കുമ്പോൾ നമ്മുടെ പേരും കാണും, പ്രതിഫലം വിവാഹിക്കുമ്പോൾ നമ്മുടെ പേരും കാണും, നല്ലൊരു ഓഹരി പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ഇടവരുത്തും. അതിനുവേണ്ടിയല്ലേ നാം ലോകത്തിൽ ജീവിക്കുന്നത്? അതല്ല എങ്കിൽ ലോകം പറയുന്നത് ഇതുവരെ ഓടി, ഇതുവരെ നിന്നു, ഓ ഭയങ്കര പ്രസംഗമായിരുന്നു, പക്ഷേ സ്തോത്രം, സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് അടുത്തു ചെല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ലോകം നിന്ദിക്കാൻ സംഗതി വരും എന്ന് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അതിന്റെ 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രതിഫലം വിഭാഗിക്കുന്ന കാര്യം പറയുമ്പോൾ മരിച്ചവർ ആഭാരവൃന്ദം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു പുസ്തകമല്ല, 2 പുസ്തകം. പുസ്തകങ്ങൾ. ഒന്ന് തിരുവചനമാ, ദൈവത്തിന്റെ വചനം. മറ്റൊന്ന് ദൈവ കർത്താവിന്റെ മുമ്പിലുള്ള സ്മരണയുടെ പുസ്തകമാ. 2 തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും. ആമേൻ ഹല്ലേലൂയ. പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി. ദൈവത്തിന് സ്തോത്രം. പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ദൈവത്തിനായി ജീവിച്ചാൽ, ദൈവത്തിന്റെ മകളായി നിന്നാൽ, ദൈവത്തിന്റെ മകനായി നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലത്തിന്റെ അളവ് കുറയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. സമുദ്രത്തിൽ അവരോട് ചോദിക്കും, സമുദ്രമേ നിന്നെ മരിച്ചവരെ എല്ലാം കൊണ്ടുവരാൻ പറയും. അവൻ തിരിച്ചു കൊടുക്കും. പാതാളത്തിലേക്ക് പറയുന്നു, പാതാളമേ നിങ്ങളിലുള്ള മരിച്ചവരെ എല്ലാം ഏൽപ്പിച്ചതാ, അവിടെ നിന്ന് കിട്ടും. അവൻ അവരുടെ പ്രവൃത്തികൾക്ക് ഉള്ള വിധി അന്നുണ്ടാകുമെന്നാ പറഞ്ഞത്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക 2ാമത്തവർ. ദൈവത്തിന് സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്ക. അപ്പൊ ദൈവത്തിന് സ്തോത്രം. നാം ഈ ഓടി അധ്വാനിച്ച് ഈ കഷ്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഉയർത്തിയിട്ട് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലാതെ വരാനല്ല, അതവിടെ കാണണം. പ്രതിഫലം വിഭാഗിക്കുമ്പോൾ നല്ലൊരു അവകാശം പ്രാപിച്ചെടുക്കണം. ണമേ ഭക്തന്മാരുടെ നിലവിളി കേൾക്കുന്ന യാതനകൾക്ക് യേശുവേ